നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും ഭാസ്കരീയം ഗണിത ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. മികവിന്റെ തീരമായ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 വർഷത്തെ മെറിറ്റ് ഡേയും SSLC +2 VHSC ഉന്നത വിജയികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയതിനെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും ഭാസ്കരീയം ഗണിത ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. CNN സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സൈന പ്രവീൺ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ AR രാജീവ് കുമാർ, MPTA പ്രസിഡന്റ് രമ്യ, SSG ജോയിന്റ് കൺവീനർ സമീർ, PTA വൈസ് പ്രസിഡന്റ് ജിനേഷ്, സ്റ്റാഫ് സെക്രട്ടറി കവിതാ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LSS വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും നടന്നു. ഈ വിദ്യാലയം കാലത്തിന് മുമ്പേ കയറി നടക്കുന്ന വിദ്യാലയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. CNN GLPS കാലത്തിന് മുമ്പേ കയറി നടക്കുക മാത്രമല്ല, കാലത്തിന് എപ്പോഴും എന്നും പുറകെ നടത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് CNN GLPS. അങ്ങനെ കാലത്തിന് പുറകിൽ നടത്തിച്ചിട്ടുള്ള സംഭവങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപൂർവ ചില യോഗികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ മുന്നേ നടക്കും, കാലം അവരുടെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനത്തെ യോഗികൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്, കൽക്കട്ടയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നമ്മളുടെ പുരാവസ്തു, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതൊരു സംഭവമാണ്. ശരി, അതിൽ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ PTA അതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. മികവിന്റെ തീരമായ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 വർഷത്തെ മെറിറ്റ് ഡേയും SSLC +2 VHSC ഉന്നത വിജയികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള പഠനത്തോടൊപ്പം മാനവിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കണമെന്നും ചുറ്റുപാടിലുള്ളവരുടെ നൊമ്പരങ്ങളിലും സന്തോഷങ്ങളിലും ആശ്വാസവും ആവേശവുമായി ഒത്തുചേരുമ്പോഴേ നല്ല വിദ്യാഭ്യാസം പൂർത്തിയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മായ കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ് മാസ്റ്റർ, ആയോധന കലയുടെ ആചാര്യനും ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ റഫറിയുമായ ക്യോഷി മധു വിശ്വനാഥനെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ EP അജയഘോഷ്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഗോവിന്ദൻ മാസ്റ്റർ, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, SMC ചെയർപേഴ്സൺ PK രമ്യ, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ, ഹെഡ് മിസ്ട്രസ് TG ഷീജ, പ്രിൻസിപ്പൽ PR ഷിബു, VHSC പ്രിൻസിപ്പൽ PS സിനി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയതിനെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു.
കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവ വടക്കുപടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശി അലി അഹമ്മദിന്റെ ഉടമസ്ഥയിലുള്ള വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷിച്ചത്. വള്ളം കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ VM പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ കോസ്റ്റൽ CPO ബിബിൻ, സീ റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ്, ബോട്ട് സ്ട്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനം നടത്തി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാജ സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ക്ഷേമനിധി പദ്ധതി നടപ്പിലാക്കുക, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കെതിരെ അനധികൃതമായി കേസെടുക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് CL സാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം APK ജസ്റ്റിൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ്, നാസർ വോയ്സ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ്, ഷൈജു, തൃശൂർ മേഖലാ പ്രസിഡന്റ് എബിൻസ് പവിഴം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനിക്സ് തുടങ്ങിയവർ സംസാരിച്ചു. മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വപ്ന വസ്ത്രങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പത്മ ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധന്യ സുനിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നസീജ മുത്തലീബ്, സുനിത ജിനു എന്നിവർ സംസാരിച്ചു. ടൈലറിംഗ്, എംബ്രോയിഡറി, ഇന്റർലോക്ക്, അയണിംഗ് എന്നീ വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന വസ്ത്രങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പത്മ ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് നിങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ വിദഗ്ധ ടൈലറുകൾ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തു നൽകുന്നു. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ നിലവിലുണ്ട്, ധാരാളം ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നിറവേറാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങി സാധ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്കത് ആ രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വിപണികളൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർ കൈയടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാശ് മുഴുവൻ പുറത്തേക്കാണ് പോകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റായികയല്ല, നമുക്ക് കഴിവും ശേഷിയുള്ള ധാരാളം സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ സംരംഭകരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് നന്നായി അത് വിജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യത ത്രിതല പഞ്ചായത്തുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ബാധ്യത. തീർച്ചയായും ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടായിട്ടും സംരംഭ രംഗത്തേക്ക് വരാത്തതാണ്. ഒരുപാട് അവസരങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഇതിലും പഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്ക് തലത്തിലായാലും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും സംരംഭകർ മുന്നോട്ട് വരാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. എന്തായാലും ഈ സംരംഭം ഇവർ നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ച് ഈ നാടിന് തന്നെ നല്ലൊരു മാതൃകയാക്കി മാറ്റും. മറ്റുള്ളവർക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം കൂടി ഇവരിൽ നിന്നുണ്ടാകട്ടെ. ഈ സംരംഭം വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങളോടെ ആചരിച്ച വായനാ വാരാചരണത്തിന് സമാപനം. ബാപ്പു വലപ്പാട് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NES പ്രസിഡന്റ് ശിവൻ കണ്ണോളി വിദ്യാർത്ഥികളോട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ NES ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറിയൻ KR രമ്യയ്ക്ക് കൈമാറി. വായനാ വാരത്തോടനുബന്ധിച്ചു നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് പ്രസിഡന്റ് ശിവൻ കണ്ണോളി, ബാപ്പു വലപ്പാട് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ MV ലതിമോൾ, V ശശിധരൻ, NR സ്മിത, കണ്ണൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
ജലരാശിയിൽ ഇളകി മാറുന്ന നിഴലുകളുടെ നിറഭേദങ്ങളിൽ നിന്ന് ക്യാമറ കണ്ടെത്തിയ മനുഷ്യഭാവങ്ങളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഒരുക്കിയ രഞ്ജിത്തിന്റെ ട്രാൻസിയൻസ് ചിത്രപ്രദർശനം വ്യത്യസ്തമായി. കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വേഗത്തിലുള്ള നിഴലനക്കത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് ഇവയോരോന്നും ക്യാമറയിൽ പതിഞ്ഞത്. നിഴലിന്റെ കൗതുകങ്ങൾ ഫോട്ടോഗ്രാഫിയിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വെള്ളത്തിലെ നിഴൽ ചിത്രങ്ങളിലേക്ക് രഞ്ജിത്തിന്റെ കാഴ്ചയെ ആകർഷിച്ചത്. നദിയിലെ നിഴലും വെയിൽ തിളക്കങ്ങളും ഓളങ്ങളിൽ പല രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ചിത്രങ്ങളുടെ അനന്തമായ ആ തുടർച്ചയെ ക്യാമറ കൊണ്ട് നിശ്ചലമാക്കി. അങ്ങനെ പകർത്തിയ അനവധി അമൂർത്ത ചിത്രങ്ങളിൽ അപൂർവമായി മാത്രം മനുഷ്യഭാവങ്ങളെ കണ്ടു. അതിശയമായി തോന്നിയ ആ കാഴ്ചയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ട്രാൻസിയൻസ് എന്ന ചിത്രപരമ്പര. ചാലക്കുടി സ്വദേശിയായ രഞ്ജിത്ത് 2010 മുതൽ പ്രാദേശിക പത്രപ്രവർത്തകനായിരുന്നു. ചുറ്റുപാടുകളിലെ കൗതുകങ്ങൾ നിരീക്ഷിച്ച് ഓരോ വഴികളിലൂടെയും യാത്ര ചെയ്തായിരുന്നു വാർത്ത കണ്ടെത്തൽ. അതിനായി നിരന്തരം യാത്ര ചെയ്യുമായിരുന്നു. കാഴ്ചകളിലെ വേറിട്ടതെല്ലാം ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതിലും സക്രിയമായി. പിന്നീട് ഫോട്ടോഗ്രാഫിയിലെ പുതുമകൾ തേടിയും തനിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. കാഴ്ചകൾ കൂടുതൽ വ്യക്തതയോടെ നിരീക്ഷിക്കാൻ യാത്രാവേഗം കുറച്ച സൈക്കിൾ യാത്രികനായി. തൃശ്ശൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കും പിന്നീട് ഗോകർണത്തേക്കും സൈക്കിളിൽ തനിച്ചു പോയപ്പോഴും ക്യാമറ കൂട്ടിനുണ്ടായി. ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫുകൾ കൂടാതെ കൂടുതൽ വൈവിധ്യങ്ങൾ ഓരോ യാത്രയിലും തേടി. മറയൂരിലെ ചിന്നാർ വനമേഖലയിൽ കാനനയാത്രക്കിടയിലാണ് ആദ്യമായി വെള്ളത്തിലെ വെയിൽ തിളക്കം ക്യാമറയിൽ പകർത്തിയത്. വെള്ളത്തിലെ കല എന്ന ആശയത്തിൽ ഹൈഡ്രാട്ട് എന്ന പേരിൽ വെള്ളത്തിലെ നിഴലിൽ നിന്നെടുത്ത അമൂർത്ത ചിത്രങ്ങൾ 2020 തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചു. തുടർന്ന് മനുഷ്യമുഖങ്ങൾ മാത്രമുള്ള ചിത്രപരമ്പര തയ്യാറാക്കണമെന്ന ആശയവുമായാണ് ഇന്ത്യൻ നദികളിലേക്ക് യാത്ര ചെയ്ത ട്രാൻസിയൻസ് ഒരുക്കിയത്. ഇതിലെ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ 2023 നവംബറിൽ ഡൽഹിയിലെ സ്റ്റെയിൻലെസ് ഗ്യാലറിയിൽ നടന്ന നാഷണൽ വിഷ്വൽ ആർട്ട് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഡിസംബറിൽ കേരള ലളിതകലാ അക്കാദമിയുടെ കോഴിക്കോട്ട് ആർട്ട് ഗ്യാലറിയിലും മുംബൈയിൽ ജഹാംഗീർ ആർട്ട് ഗ്യാലറിയിലും ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ് കോളേജിലെ പത്മഭൂഷൺ റിസർച്ച് ഹാളിൽ നടക്കുന്ന രഞ്ജിത്ത് മാധവന്റെ ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി പ്രദർശനം ചിത്രകാരി ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ എല്ലാ പ്രധാന നദികളിലേക്കും യാത്ര ചെയ്ത് 18 സംസ്ഥാനങ്ങളിൽ 20 നദികളിൽ നിന്നാണ് ഞാൻ ഈ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്. നദികളിൽ വെള്ളത്തിന് മീതെ കാണുന്ന നിഴലുകളിൽ ചലനങ്ങളിൽ നിന്നാണ് ഞാൻ ഈ മനുഷ്യരൂപങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. 20ഓളം നദികളിൽ നിന്ന് എടുത്ത ട്രാൻസിയൻസ് എന്ന ചിത്രപരമ്പരയുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. വെള്ളത്തിൻ്റെ നിഴലനക്കങ്ങളിൽ രൂപപ്പെടുന്ന ഓരോ മൈക്രോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഈ നിഴൽ രൂപങ്ങളെ ഞാൻ ക്യാമറയിൽ പകർത്തിയാണ് ചെയ്തത്. ചെന്ന് കണ്ട ഓരോ നദികളിൽ നിന്നും ശേഖരിച്ച കല്ലുകളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ വള്ളത്തോൾ നഗറിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായിരുന്നതിനാൽ അപകടം ഒഴിവായി. തൃശൂർ വള്ളത്തോൾ നഗറിന് സമീപം 15-ാം പാലത്തിനടുത്ത് രാവിലെ 10 മണിയോടെയാണ് സംഭവം. CMW ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ട്രെയിനിന്റെ AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ട്രെയിനിന്റെ വിട്ടുപോയ ഭാഗം കൂട്ടിയോജിപ്പിച്ച ശേഷം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനി കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം യാത്ര തുടരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. തൃശൂർ അരിമ്പൂരിലെ കോൾപ്പാടങ്ങൾ കയർ ഭൂവസ്ത്രമണിഞ്ഞ് മനോഹരമായിരിക്കുകയാണ്. മനോഹാരിത മാത്രമല്ല, പാടശേഖരങ്ങളിലൂടെ ഇരുകരകളെ ബന്ധിപ്പിക്കുന്ന ബണ്ട് റോഡുകളെ ബലപ്പെടുത്താനാണ് ഇത്തരത്തിൽ കയർ വിരിക്കുന്നത്. പഞ്ചായത്തിലാകെയുള്ള 17 പടവുകളിൽ ഭൂരിഭാഗവും കയർ ഭൂവസ്ത്രം വിരിച്ചു കഴിഞ്ഞു. ഇതുവഴി 150-ൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും ലഭിച്ചു. അരിപുരം എന്നായിരുന്നു അരിമ്പൂർ പഞ്ചായത്തിന്റെ ആദ്യകാല പേര്. അരി വിളയുന്ന നാട് എന്നർത്ഥം. അതിനാൽ കോൾപ്പാടങ്ങൾ നിരവധിയാണ് ഇവിടെ. കോൾ മേഖലയിലൂടെ ഇരുകരകളെയും ബന്ധിപ്പിച്ച നിരവധി ബണ്ടുകളാണ് പുതിയതായി നിർമ്മിച്ചത്. ഇവ കർഷകർക്ക് കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നു.
വെള്ളം കയറിയാലും മറ്റും നശിച്ചു പോകരുതെന്ന ഉദ്ദേശത്തിലാണ് ബണ്ടുകൾക്ക് ബലം നൽകാനായി മുകൾ വശം കയർ ഭൂവസ്ത്രം അണിയിക്കുന്നത്. കാലവർഷത്തിലും പാടത്ത് വെള്ളം ഉയർന്നാലും കയർ ഭൂവസ്ത്രം വിരിച്ച് ഉറപ്പിച്ച ബണ്ട് അനങ്ങില്ല. അരിമ്പൂർ പഞ്ചായത്തിലാകെ കയർ ഭൂവസ്ത്രം അണിയിക്കുന്ന പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പഞ്ചായത്തിലെ ആകെയുള്ള 17 പടവുകളിൽ 13 എണ്ണത്തിലാണ് കയർ ഭൂവസ്ത്രം ഒരുക്കുന്നത്. ഇതുവഴി 150-ൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയും നൽകാനായി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്നാണ് ഇതിനുള്ള തുക ചിലവഴിക്കുന്നത്. ആലപ്പുഴയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കയർ കോർപ്പറേഷനിൽ നിന്നാണ് കയർ ഭൂവസ്ത്രം പടവുകളിൽ എത്തിക്കുന്നത്. ആദ്യം മണ്ണിടിച്ച് ബണ്ട് ബലപ്പെടുത്തിയ ശേഷം കയർ ഭൂവസ്ത്രം മുകളിൽ വിരിക്കും. മുളങ്കുറ്റികൾ കൊണ്ട് നിർമ്മിച്ച മുളയാണികൾ ഉപയോഗിച്ച് ഇവ വലിച്ചുകെട്ടി ഉറപ്പിക്കും. തുടർന്ന് ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച കയർ ഭൂവസ്ത്രത്തെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നതാണ് രീതി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്തൂർ മനക്കൊടി പടവിൽ 3 കിലോമീറ്ററോളം KLDCയുടെ ബണ്ട് റോഡാണ് കയർ ഭൂവസ്ത്രം വിരിച്ച് പൂർത്തിയാക്കുന്നത്. 2 മാസമായി ഇവിടെ മാത്രം 50-ൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കൂലിയടക്കം 25 ലക്ഷമാണ് ഈ പടവിൽ മാത്രം ചിലവ്. പഞ്ചായത്തിലെ തന്നെ കൈപ്പിള്ളി വെളുത്തൂർ അകമ്പാടത്തും സമാന രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ ചാലിന്റെ ഇരുവശത്തുമുള്ള ബണ്ടിൽ കയർ ഭൂവസ്ത്രം വിരിക്കുന്നുണ്ട്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 13ഓളം വരുന്ന പടവുകളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് ഏകദേശം 1.5 കിലോമീറ്ററോളം കയർ ഭൂവസ്ത്രം വിരിച്ചു കഴിഞ്ഞു. 2 മാസമായിട്ട് നമ്മുടെ തൊഴിലാളികൾ, ഒരു 155ഓളം വരുന്ന തൊഴിലാളികൾ നമ്മളുടെ പടവുകളിൽ പണിയെടുക്കുന്നുണ്ട്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് ടോറസ് പിന്നോട്ടെടുക്കുന്നതിനിടെ കാറിലിടിച്ച് അപകടം. ടോറസ് ലോറിയുടെ പിറകിലുണ്ടായിരുന്ന കാർ ലോറിക്കടിയിൽപ്പെട്ടു. കാർ യാത്രക്കാർ നിർത്താതെ ഹോൺ മുറുക്കിയിട്ടും ലോറി ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവം അന്നേ ദിവസം ഉണ്ടായിരുന്നുവെന്നും ടോൾ ബൂത്തിൽ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാഹനം പുറകോട്ടെടുക്കാവൂ എന്നും ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പണിക്ക് വീട്ടിൽ ഇജാസിനെയാണ് 1 വർഷത്തേക്ക് ജയിലിലടച്ചത്. കയ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 13 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. 3 പീടികയിൽ പടക്കക്കടയിൽ നടന്ന കത്തിക്കുത്ത് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞു വരവെയാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. മതിലകം പൊക്ലായ് ബീച്ചിൽ കടലേറ്റം. 3 ദിവസമായി തുടരുന്ന കടലേറ്റത്തിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഷെഡ്, ശുചിമുറി എന്നിവ കടലെടുത്തു. പണിക്കപ്പറമ്പിൽ ഷാജിയുടെ വീട് ഏതു നേരത്തും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. കടൽക്ഷോഭത്തിൽ കടൽ ഭിത്തിയും തകർന്നിട്ടുണ്ട്. പൊക്ലായ് ബീച്ചിൽ വെച്ചിരുന്ന സോളാർ ലൈറ്റും തകർന്നു. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലരും താമസം മാറ്റിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളില്ല. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും ഭാസ്കരീയം ഗണിത ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. മികവിന്റെ തീരമായ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 വർഷത്തെ മെറിറ്റേയും SSLC +2 VHSC ഉന്നത വിജയികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് ഉനക്കക്കടവിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയതിനെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു.
ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.